ഈ ടീമുകളിലൊന്നും പെടാതിരിക്കണമെങ്കിൽ അവരാരാണെന്ന് സഹോദരന്മാരെ പഠിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം. നമുക്ക് ബാധ്യതയാണ്. എന്നാലല്ലേ അത് ശ്രദ്ധിക്കാൻ പറ്റൂ. എഴുന്നേറ്റിട്ട് നടക്കാൻ കഴിയാതെ ആടി ഉലഞ്ഞ് വീണ് നടക്കുന്ന ആളുകളുണ്ട്. ഒരു സെക്കൻഡ് പോലും സാധാ നടക്കാൻ കഴിയൂല. നോക്കുമ്പോ ആൾക്കാർ പറയും അയാൾ നാട്ടിൽ 75-ാം വയസ്സിലും വടികുത്താതെ നടന്ന ആളല്ലേ. ഇവിടെ എന്താ അങ്ങനെ? ചുറ്റും കൂടി നിൽക്കുന്ന മലക്കുകൾ ഒരു പക്ഷേ മറുപടി പറഞ്ഞു തന്നേക്കും, ഒന്നുമല്ല, ആക്കിലു സുഹ്തി വൽ ഹറാം വ ആക്കിലു റിബാ. ഒരു സ്ഥലം വിറ്റിട്ട് ഒരു 10 ലക്ഷം കയ്യിൽ ഡെപ്പോസിറ്റ് വന്നപ്പോ ഇത് മക്കൾക്കൊക്കെ വീതം വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് സന്തോഷാണ്. അവർക്കൊക്കെ ഓരോരുത്തർക്കും ഒരു സഹായത്തിന് കൊടുക്കുകയാണെങ്കിൽ വലിയ വകുപ്പാണ്. പക്ഷെ അതങ്ങ് പോകൂലേ, നികുതി ഡെപ്പോസിറ്റിന് കിട്ടും. ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഓരോ വർഷവും അതിന്റെ പലിശ പണം ഇങ്ങനെ വാങ്ങി, അതിൽ നിന്നാ പിന്നെ സംഭാവന, അതിൽ നിന്നാണ് പിന്നെ റിലീഫ്, അതിൽ നിന്നാണ് സാധു സഹായം, അതിൽ നിന്നാണ് ഒക്കെ കൊടുക്കുന്നത്. ആ തലത്തിലാണ് ജീവിച്ചത്. അതിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചതും അതിൽ നിന്നാണ് ചായ കുടിച്ചതും. അങ്ങനെ അതും തിന്ന് ജീവിച്ച് നടന്ന ആളുകൾ അവരങ്ങനെ വീഴുന്നു.